ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ നമ്മൾ സപ്താഹത്തിൻ്റെ അന്ന് നവഗ്രഹ പൂജയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഇട്ട് ചീരൻകുഴി പൂരത്തിന്. അപ്പം ഞാൻ അന്ന് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴാണ്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണത്. കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വന്നതിൻ്റെ പുറകെ തന്നെ കുഞ്ഞനും അമ്മൊക്കെ വന്നായിരുന്നു കേട്ടോ. അവർ ചേച്ചി ബസ് കയറ്റി വീഡിയോ ചെയ്തത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് അന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു പോർക്കാണ്ട്. അപ്പോൾ പോർക്ക് നല്ലോണം വരട്ടാന്ന് കണ്ടിട്ട് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല കറുത്ത കളറിൽ വരട്ടിയെടുക്കാമെന്ന് പറയണം. തിന്നാത്ത അമ്മ വരെ നമ്മുടെ പോർക്ക് ഫ്രൈ ഒക്കെ തിന്നായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നല്ല കറുത്ത കളറിലിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നല്ല ഓലക്കുടിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മോളും തമ്മിലുള്ള ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ അവളുടേതായ ഭാഷയിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അവർ അങ്ങോട്ട് ഇങ്ങോട്ട് അനുകരിച്ച് പറയുക അനുകരിച്ച് പറയാമെന്ന് അറിയില്ല. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് രണ്ടുപേരും കൂടി ഒരു കളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും ചീരൻകുഴി പൂരത്തിന് പോകാൻ വേണ്ടി റെഡി ആവണേ കേട്ടോ. അപ്പോൾ ഞാൻ വിഷ്ണുവേട്ടൻ്റെ ഫോണിൽ എടുത്തതുകൊണ്ട് ഐഫോണിൽ എടുത്തതാണ് ഈ വീഡിയോ. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഇതിനകത്തോട്ട് നമ്മുടെ VN ആപ്പിലോട്ട് അപ്ലോഡ് ആക്കിയപ്പോൾ ഈ ഒരു എഫക്റ്റ് ഇട്ട പോലത്തെ ഒരു ഇതാണ്ട് വന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ പോയത്. വിഷ്ണുവേട്ടൻ്റെ കൈക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട് നമുക്കങ്ങനെ വണ്ടി ഓടിച്ചൊന്നും പോകാൻ പറ്റില്ല. അവിടെ എത്തിയപ്പോൾ തന്നെ പെട്ടി വണ്ടികളിൽ ഐസ്ക്രീം കണ്ടപ്പോൾ തന്നെ പിന്നെ പാറുവിന് പിന്നെ അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. അവൾ നിൽക്കണില്ല ഇരിക്കണില്ല ഒന്നും ചെയ്യണില്ല. അവൾക്ക് വേണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആനകൾ ഓരോന്നായിട്ട് തിടംപെട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ദേശത്തു നിന്നും. അതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങളൊരു എന്തായിരുന്നു ആന വന്ന സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറി നിന്നായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂരം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തു നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വന്നായിരുന്നു. പക്ഷേ ഭയങ്കര പൊടിയായിരുന്നു. നമുക്ക് നിൽക്കാൻ പറ്റണില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിടക്ക് പാറ ഉണ്ടാവണേക്കാളും മുമ്പ്. അപ്പോൾ പോകുമ്പോഴേ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. അമ്മ അതിൽ പൊടിയാണ്. നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോകാനോ ഒന്നിനും പറ്റില്ല. പൊടി അടിച്ചിട്ട് നമുക്ക് തുമ്മലോ ചുമയൊക്കെ കൂടി വന്ന പോലെയാണ്. അപ്പം ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പിന്നെ ഈ ഓരോ ബലൂൺസൊക്കെ കാണുമ്പോഴും പാറുവിന് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കാണുമ്പോൾ അപ്പോൾ വേണം എന്ന് പറഞ്ഞു. നല്ല വാശി ഉണ്ടായിരുന്നു ഓരോന്നും കാണുമ്പോൾ. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ അവിടെ നിന്ന് ആനയുടെ അടുത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് അകത്ത് നിൽക്കാൻ പറ്റണ്ട. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അധികം പൊടി കാണില്ല, പക്ഷേ കുറച്ച് നല്ല പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് നടന്നു. അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ പാറുവിന് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും ബലൂണിനൊക്കെ ഹൈഡ്രജൻ ബലൂണിനൊക്കെ ഇപ്പോൾ നമ്മുടെ പൂരപ്പറമ്പിൽ 100 രൂപയാണ്. അങ്ങനെ അത് വാങ്ങിച്ചു. എത്ര നേരത്തേക്കാണെന്ന് അറിയില്ല. പക്ഷേ അമ്പലത്തിൽ നിന്ന് പോണേക്കാളും മുമ്പ് തന്നെ ബലൂൺ പൊട്ടിയായിരുന്നു കേട്ടോ. എങ്ങനെയോ അവളുടെ കയ്യിൽ നിന്ന് അവൾ കടിച്ച് പൊട്ടിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ പൊട്ടി കാറ്റ് മൊത്തം പോയായിരുന്നു ബലൂണിൻ്റെ. വാങ്ങിച്ചപ്പോൾ തന്നെ ഭയങ്കര എക്സ്പ്രഷനും ആവും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ നഷ്ടമുണ്ട് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയണ തന്നെ. നല്ല വിലയാണ് ബലൂൺസിനൊക്കെ. പണ്ടത്തെ വില പോലും ഇല്ല, ഭയങ്കര വിലയാണ്. പിന്നെ കാണാത്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ മുന്നിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കത് വാങ്ങിക്കാനും തോന്നും. അപ്പം പിന്നെ വാങ്ങിക്കാണ്ടിരുന്നാൽ നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു കണക്കിന് ഇത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. 100 രൂപയായിരുന്നു. പക്ഷേ അമ്പലത്തിൽ നിന്ന് പോണേക്കാളും പിന്നെ സാധനം പൊട്ടിച്ചു. പിന്നെ നമ്മൾ എനിക്ക് പാനിപ്പൂരി കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പാനിപ്പൂരി വാങ്ങിച്ചു. പിന്നെ വിഷ്ണുവേട്ടനെ അവരൊക്കെ ബജ്ജിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ പാറൂര് വിശക്കണം തന്നെ. അപ്പോൾ അവൾക്കൊരു പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ ഒരു പോപ്കോൺ പാക്കറ്റും പിടിച്ച് അവളിങ്ങനെ തിന്ന് നടക്കണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോൾ പോപ്കോൺ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞ് പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പോപ്കോൺ തിന്നാൻ ഭയങ്കര അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. ഇങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോപ്കോൺ ഞാൻ നോക്കുമ്പോൾ നല്ലതാണ്. അപ്പം നമ്മൾ പോപ്കോൺ തിന്നുന്ന വിചാരിച്ച് വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ തിന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് നേരെ